അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ല. ഇടാത്തതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ താമസിക്കുന്ന വീട് കഴിഞ്ഞ ആഴ്ച കാലത്തും മഴയത്തും പൊളിഞ്ഞ് വീണ്, അടുക്കള ഭാഗം ഒരു ചുമര് മൊത്തം വീണ്. അപ്പോൾ പിന്നെ വീടൊന്നും അതിന് ശേഷം പിന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറി. ഇത് വേറെ വീട് കേട്ടോ. നമുക്ക് പറയാൻ നമുക്ക് സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഒരു വീടൊന്നും വെക്കാനാവില്ല. ഒരു ഷെഡ് തന്നെ വെക്കണമെങ്കിൽ കുറച്ച് ഒരു വേനൽക്കാലമൊക്കെ വേണം. അതായത് മഴക്കാലത്ത് നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഭയങ്കര മഴയും ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ കെട്ടിൽ നടക്കില്ല. അങ്ങനെ അത് കാരണം എന്താക്കി തൽക്കാലം വേറൊരു വീട്ടിലേക്ക് താമസം മാറി. ഇവിടെ വെച്ചാൽ ആ വീടിനെക്കാട്ടിലും വലിയ വീട്, അതായത് വലിയൊരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയൊരു വീടായത്. അത് നമ്മൾ ചെറിയൊരു വീടായിരുന്നു, പക്ഷെ അതുപോലെ തന്നെ വാടകയിൽ വ്യത്യാസമുണ്ട്. നമ്മളവിടെ എന്ന് വെച്ചാൽ ഫോണിന് ഒരു ഫോൺ വെക്കാൻ ഒരു സ്റ്റാൻഡില്ല, കൈ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അവിടെ വെച്ചാൽ അധികം ഇത്ര ഒരു വാടകയില്ല, പക്ഷെ അവിടെ വെള്ളമില്ല, പൈപ്പ് വെള്ളം. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ മെനക്കെട്ട് ഉറക്കമൊഴിഞ്ഞ് നിൽക്കണം വെള്ളം പിടിക്കാൻ. രാത്രിയൊക്കെ പൈപ്പിൽ വെള്ളം വരിക. പിന്നെ ഇവിടെ വെച്ചാൽ വെള്ളം സൗകര്യം എല്ലാ സൗകര്യവും ഉണ്ട്. നല്ലൊരു വീടാണ്, അടച്ചുറപ്പിടാനുള്ള വീടാണ്, നല്ലൊരു വീടാണ്. അപ്പോൾ പിന്നെ ബാർപ്പല്ല, പഴയകാല ഓട് വീടുണ്ടാവില്ലേ, അത് നല്ല രസമുണ്ട്. ഞാൻ ഇതിനുള്ളിലൊക്കെ വീടെടുത്ത് കാണിക്കും. നല്ല രസമുണ്ട് വീടും ഇതിൻ്റെ ഒരു പരിസരമൊക്കെ കാണാൻ. ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ പിന്നെ ഒരു 4 വയസ്സുള്ള കുട്ടീനെ മുറ്റത്തുനിന്ന് പുലി പിടിച്ചുകൊണ്ടായതേ. ഞാനുണ്ടല്ലോ എപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വരും. എന്താ വെച്ചാൽ നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ ഇവിടെയാണെങ്കിലും ആദ്യം താമസിച്ചെടുത്താണെങ്കിലും വീടിൻ്റെ ഒരു സൈഡ് ഭാഗം വീടുകളും പിറ്റത്തെ സൈഡ് ഭാഗം തോട്ടങ്ങളുമാണ്. അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ എന്തിനു പറയുന്ന പുറത്ത് സിറ്ററിലിരുന്ന് മോനെ പഠിപ്പിക്കുന്ന സമയത്ത് പോലും പുലി മാനിനെ പിടിക്കാൻ ഓടുന്നുണ്ടാവും ആ തോട്ടത്തിൽ കൂടെ, നമ്മൾ കൈ തൊടാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ഭയങ്കര പേടിയാണ്. അന്നേരം പിന്നെ പുറത്ത് കുട്ടികളെ ഞാൻ ആക്കുകയില്ല. നമ്മൾ ആദ്യം നിന്ന് വീട്ടിൽ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ പുറത്ത് കുട്ടികളാക്കുകയില്ല. കാരണം ഇരട്ടത്ത് പുലി വന്നെങ്കിൽ നമുക്ക് പിന്നെ ഈ കുട്ടികൾ വിളിച്ചെത്തുമ്പോൾ നമ്മൾ കാണൂലല്ലോ എന്താ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാനെപ്പം പറയാം എൻ്റെ മോളോട്, പുലി പിടിക്കുമോ ഇങ്ങോട്ട് കയറുന്നു. എന്നിട്ട് നട്ടുച്ച സമയത്ത് പോലും, അതായത് നട്ടുച്ച സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേനലിൻ്റെ സമയം ആവട്ടെ, എല്ലാവരും സ്കൂളിലും പിന്നെ പണിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ ആരും ഉണ്ടാവില്ല, ആട്ടും എനിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താക്കും, കുട്ടികളെ ഞാൻ പുറത്ത് നിർത്തും. എനിക്ക് പേടിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് പുലീൻ്റെ പിന്നെ പുലിയും കടുവയും ഇപ്പോൾ കരടി, ഇവിടെ അടുത്തൊരു ചേട്ടനെ കരടി പിടിച്ചിട്ടുണ്ട്. എന്താ സമയം എന്നെന്താ ആയതെന്ന് അറിയുന്നില്ല, കരടി പിടിച്ചെന്ന് പറയുന്നുണ്ട്. ഞാൻ പറ പുലി പിടിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി. ഇനി അതിൻ്റെ പുറകെ പോയിട്ട് ആൾക്കാർ പോയിട്ട് അവിടെ പോയി തപ്പ. പാവം തോന്നുന്നു, ചെറിയൊരു കുട്ടിയല്ലേ, വല്ലാത്തൊരു ബേജാറ് കണ്ടിട്ട്. ഇപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യണം. ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക്. ന്യൂസ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ കണ്ടേ, ഭയങ്കര ടെൻഷനായിപ്പോയി ന്യൂസ് കണ്ടപ്പോൾ. പിന്നെ പുലീൻ്റെ ശല്യം അത് തമിഴ്നാട്ടിൽ മാത്രമൊന്നുമല്ല, ഇവിടെ നല്ലോണം ഉണ്ട് പുലീൻ്റെ ശല്യം. പുലി, കടുവ ഇതൊക്കെ നല്ലോണം ഉണ്ട്. കാരണം ഇനിയിപ്പോൾ എനിക്ക് നമ്മൾ വെക്കുന്നത് വീടൊന്നുമല്ല, ഒരു ഷെഡാണ് വെക്കുന്നത്. അപ്പം എനിക്ക് പേടിയാവുകയാണ്, എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് ഓർത്തിട്ട്. കാരണം പകലങ്ങനെ പിന്നെ മൃഗശല്യം നമ്മളതിലൂടെ ഇപ്പോൾ നമ്മൾ കാണും, ആരും ഒരാളും കാണും. രാത്രി ആരും എന്തറിയാനാ, അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. അത് നമ്മൾ വിചാരിക്കുന്ന മറ്റിങ്ങനെ കട്ട വെച്ചിട്ട് തന്നെ മറച്ചിട്ട് ഷെഡാക്കണം. അല്ലാതെ ഒന്നും ഇവിടെ തീരെ നിൽക്കാൻ പറ്റില്ല ഇവിടെ, കാരണം അത്രയും മൃഗശല്യമുള്ള. ഇന്നലെ തന്നെ അടുക്കള ഭാഗം പ്ലാവുണ്ടായിട്ട് അതിൽ ചക്ക പറിക്കാൻ വന്നിന് ആന. അടുക്കള ഭാഗമേ അപ്പോൾ ഒന്ന് ബാത്റൂം പുറത്ത്, അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പേടിയാണ്. അതാണ് അവസ്ഥ, ഇവിടുത്തെ ഒരു അവസ്ഥ. അത് തമിഴ്നാട്ടിലെ രാവിലെ ന്യൂസ് കണ്ടത്. ഞാൻ പറയാം പാവം ആ ഒരു വീട്ടിലൊരവസ്ഥ എന്തായിരിക്കുമല്ലേ, മാനസികാവസ്ഥ. ഇപ്പോൾ ഒരു പൂച്ചേനെ പുലി അടിച്ചുകൊണ്ടാൽ തന്നെ നമുക്കൊരു ബേജാറാവും, നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഒരു മനുഷ്യനെ പുലി അടിച്ചുകൊണ്ടാകുന്ന, ഒരിക്കലും അങ്ങനെ പുലി കടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പുലീനെ ഇല്ലെങ്കിലുണ്ടല്ലോ ആ പുലി വീണ്ടും വരും. വീണ്ടും വന്നിട്ട് ആ പുലി അതുപോലെ പിന്നെ ആ ചുറ്റുവട്ടം നോക്കും, കിട്ടുമോ. അപ്പോൾ ആ കുട്ടി എത്ര ടെൻഷനായിട്ടുണ്ടാവും, എത്ര പേടിച്ചിട്ടുണ്ടാവും, അത് കടിച്ചുണ്ടാവും. എന്താ ചിന്തിക്കാൻ ഭയങ്കര ബേജാറ്. കടിച്ചിട്ട് ഓടുന്ന സമയത്ത് കുട്ടി കരഞ്ഞിട്ടുണ്ടാവില്ലേ, എല്ലാം ഞാൻ ചിന്തിക്കുക. ഇനി ഉറക്കമെന്ന് പറയുന്നുണ്ടാവില്ല, ടെൻഷൻ കൊണ്ട് പേടിച്ചിട്ട്.
അപ്പം ഇങ്ങനെ ഈ മൃഗത്തിനെ ഇല്ലാതാക്കാൻ എന്തല്ലേ ഈ ഗവൺമെൻറ്റൊന്നും ചെയ്യാത്ത? നമുക്ക് ഭയങ്കര ടെൻഷൻ, എങ്ങനെ പേടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങുക രാത്രിയാകുമ്പോൾ. എല്ലാ മക്കളും പഠിച്ചവൻ കാക്കട്ടെ.